ഒന്നിലധികം നോമിനേഷൻ കൊടുത്തു എന്നുള്ളതുകൊണ്ട് അവർ റിബൽ അല്ലെങ്കിൽ വിമതരെന്ന ആ പ്രയോഗം തന്നെ ശരിയല്ല. അല്ലെങ്കിൽ റിബൽ സ്ഥാനാർത്ഥി എന്ന് പറയണമെങ്കിൽ നോമിനേഷൻ പിൻവലിക്കേണ്ടുന്ന അവസാന സമയവും കഴിഞ്ഞ് ആരെങ്കിലും മത്സര രംഗത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടെങ്കിൽ മാത്രമേ അവരെ ആ രീതിയിൽ നമുക്ക് പറയാനും ചിത്രീകരിക്കാനും സാധിക്കുകയുള്ളൂ. ഒന്നിലധികം നോമിനേഷൻ കൊടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മിക്ക സ്ഥാനങ്ങളിലേക്കും നോമിനേഷൻ പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ആയിട്ടുണ്ട്. ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ള 3 ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള നോമിനേഷനുകളിൽ അത് പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള ഇപ്പോൾ കേണിച്ചിറയിൽ നോമിനേഷൻ കൊടുത്ത പ്രഭാകരൻ അദ്ദേഹം പിൻവലിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ബത്തേരി നിയോജക ബ്ലോക്കിലെ മുനീബ് അദ്ദേഹം ബ്ലോക്കിലേക്ക് നോമിനേഷൻ കൊടുത്തിരുന്നു, അദ്ദേഹം പിൻവലിക്കാൻ തീരുമാനിച്ചു. റഷീദ് തോമാട്ടുചാൽ ഡിവിഷനിൽ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു, അദ്ദേഹം ഇന്ന് നോമിനേഷൻ പിൻവലിക്കും. അതുപോലെ ജഷീർ പള്ളിവയൽ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഓഫീസിനകത്തുണ്ട്. ഞങ്ങളെല്ലാവരുമായിട്ട് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത ആളാണ്, പാർട്ടിയോട് കമ്മിറ്റഡ് ആണ് അദ്ദേഹം. പാർട്ടിക്കും അതുപോലെ യുവജന വിദ്യാർത്ഥി രംഗത്തൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് ഞങ്ങളൊരു വലിയ പോരാളി തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച ശേഷം 2 മണിക്ക് അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനം അദ്ദേഹം തന്നെ അക്കാര്യത്തിൽ പറയും. ഇപ്പോൾ ബത്തേരി പാറക്കടവ് സീറ്റിൽ ഇപ്പോൾ ഞങ്ങൾ 2 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അതവിടെ ഒരു ആദിവാസി റിസർവേഷനുമായി ബന്ധപ്പെട്ട ഒരു സീറ്റാണ്. അപ്പോൾ അവരാ 2 സ്ഥാനാർത്ഥികൾ എൻ്റെ മുമ്പിൽ, അവർ പരസ്പരം കൈകൊടുത്ത് പിരിയുന്ന ഒരു സാഹചര്യമാണ് അവരുള്ളത്. അവരിപ്പോൾ ആനപ്പാറ സീറ്റിൽ നോമിനേഷൻ കൊടുത്ത അവർ പരസ്പരം അവർ സൗഹൃദത്തിലാണ് പിരിയുന്നത്. അപ്പോൾ 2 ആളും അതിനകത്തൊരു തീരുമാനം മാനസികമായി ഒരു ഐക്യപ്പെട്ടാണ് പോകുന്നത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതെങ്കിലും അത് രഘുവാണ് ഇപ്പം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. OR രഘുവിനെയാണ് അവിടെ തീരുമാനിച്ചത്. അപ്പോൾ പക്ഷേ അത് പരസ്പരം സമ്മതിച്ചാണ്, രണ്ട് സ്ഥാനാർത്ഥികളും പരസ്പരം സമ്മതിച്ചാണ് അത് തീരുമാനിച്ചിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ വരുമ്പോൾ ഒരു സ്ഥാനത്തേക്ക് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഞങ്ങളൊരു അഹങ്കാരമായിട്ട് തന്നെ ഞങ്ങളതിനെ കാണുക. ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥികളെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യം, ഇഷ്ടം പോലെ യോഗ്യരായ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ ഒരു സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ അതിനകത്ത് ഒരു സെലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സമയവും അതിനുള്ളൊരു ക്രമീകരണം മാത്രമാണ് പലപ്പോഴും ഈ ഒരു താമസം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ പരസ്പരം കൈ കൊടുത്താണ് ഇവിടുന്ന് പോകുന്നത്. രഘു ഒന്ന് വാ, ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയുകയാണ്. നമ്മളെ രഘുവിനെ ഇവിടെ വാ. പരസ്പരം നാട്ടില്ല. ഇത് 2 സ്ഥാനാർത്ഥി, നിങ്ങളെല്ലാം ഈ വിവാദങ്ങൾ പറഞ്ഞതാ നോക്ക്. 2 സമ്മേളനത്തിൽ ഇവരിതാ കെട്ടിപ്പിടിച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അത്രയും ഇതിനകത്തൊരു ഐക്യമുണ്ട് ഈ പാർട്ടിക്കകത്ത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ രഘു ലോ കോളേജിലായിരുന്നതാ, SFI സംഘടനയിൽ കണ്ണ് നഷ്ടപ്പെട്ട ആളാണ്. ഇദ്ദേഹം നമ്മുടെ പാർട്ടിയുടെ അസറ്റാണ്. ഇതൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹം 2 പേരും അതിന് യോഗ്യരാണ്. അപ്പോൾ രഘുവിന് അദ്ദേഹത്തിന് വിഷമമില്ല. ഞാൻ ചർച്ച തുടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, രഘുവിന് വേണ്ടി അദ്ദേഹം പിന്മാറുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഞങ്ങളുടെ പാർട്ടിയിലെ സംവിധാനങ്ങൾ. അല്ലാതെ അതൊരു വലിയ വിമതരെന്ന് അങ്ങനെയൊന്നും പറയേണ്ട കാര്യം അതിലില്ല. ജഷീർ പള്ളിയുടെ സ്ഥാനാർത്ഥി പിൻവലിക്കോ? ജഷീർ പാർട്ടി എന്താണോ പറയുന്നത് പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കും.